ഹായ് ഫ്രണ്ട്സ്, അമേസിംഗ് ഡേയ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു കറ്റാർ വാഴ ഏതാളൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് സൈഡിലെ മുള്ളുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ജെല്ല് ഒരു സ്പൂൺ വെച്ച് ആ ജെല്ല് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് വാരിയിടുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഹെയർ ടിപ്സും ഇടുന്നതും നമ്മൾ ഓരോ മാസത്തിലും ഒരു തവണ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. എന്നിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഇതൊരു മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും തന്നെ ജെല്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നെക്സ്റ്റ് ചെമ്പരത്തി പൂവാണ് നമുക്ക് ആവശ്യം. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല. അപ്പോൾ ഒരു 6 ചെമ്പരത്തി പൂവ്, കുറച്ച് ഇലയും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഒരു പാട്ടാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനിനെ കണ്ടോ, അമ്പലത്തിൽ നിന്നല്ലയോ സ്വർണ്ണരഥഘോഷം. ഞാനൊരു ഗായികയൊന്നുമല്ല, എന്നാലും ഒന്ന് പാടി നോക്കിയതാണ്. പൊങ്കാലയിടാൻ വരല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം കൊണ്ടുവന്ന് വാഷ് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിനകത്ത് ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അരച്ചെടുത്തത് കറ്റാർ വാഴ ജെല്ലുമായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ കറ്റാർ വാഴ ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഒരു സ്പൂണ് നല്ലെണ്ണ ഞാനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് സ്പ്രിങ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. മുടി കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം നിങ്ങൾക്ക് സ്പ്രിങ് പോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ആഡ് ചെയ്യേണ്ട. അതിനുശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം തലയിൽ നല്ല പോലെ തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്